ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. വേവ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുള്ളവർ വെള്ളത്തിലുണ്ടാകുന്ന വേവ്സ്, കടലിലൊക്കെ ഉണ്ടാകുന്ന വേവ്സ് കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവും അല്ലേ? അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന സ്പ്രിങ്ങുകൾ, അതുപോലെ ചില സ്ട്രിങ്ങുകൾ, എക്സാമ്പിളായിട്ട് ഗിത്താറിൽ, വയലിനിലൊക്കെയുള്ള സ്ട്രിങ്ങുകൾ, സ്ട്രെച്ചഡ് ആയിട്ടുള്ള സ്ട്രിങ്ങുകളിലൊക്കെ ഇതുപോലുള്ള വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ കിണറ്റിൽ, വെള്ളത്തിൽ നിങ്ങളൊരു ചെറിയ കല്ലെടുത്തിട്ട് അതിലുണ്ടാകുന്ന വേവ്സ് കണ്ടിട്ടുണ്ടാവും, ഓളങ്ങളുണ്ടാകുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് വേവ്സ് എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുക? നമ്മൾ കല്ല് കിണറ്റിലിട്ടപ്പോൾ കല്ല് വീണ പോർഷനിൽ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഈ ഡിസ്റ്റർബൻസ് ക്രമേണ ആ വെള്ളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡിസ്റ്റർബൻസിൻ്റെ സ്പ്രെഡിങ്ങിനെയാണ് യഥാർത്ഥത്തിൽ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന പോർഷനിൽ അതിന് കാരണമായ കല്ലോ അല്ലെങ്കിൽ ആ കല്ലിട്ട ഭാഗത്തുള്ള വാട്ടർ മോളിക്യൂൾസോ ഒന്നും തന്നെ ആ പൊസിഷനിൽ നിന്ന് മാറുന്നില്ല. യഥാർത്ഥത്തിൽ അവ കിടക്കുന്നിടത്ത് തന്നെ, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നേ ഉള്ളൂ വാട്ടർ മോളിക്യൂൾസൊക്കെ. പക്ഷേ ആ വാട്ടർ മോളിക്യൂൾസിൽ ഉണ്ടായ ഒരു ഡിസ്റ്റർബൻസ് അത് തൊട്ടടുത്തുള്ള വാട്ടർ മോളിക്യൂൾസിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അത് ആ കുളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസിനെയാണ് യഥാർത്ഥത്തിൽ വേവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേവ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് വിച്ച് ട്രാൻസ്പോർട്ട് എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എനി ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ. ഇതാണ് വേവിന് കൊടുക്കുന്ന ഒരു ജനറൽ ഡെഫിനിഷൻ. ഇപ്പോൾ ഈ സ്പ്രിങ്ങിൽ, ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ഒരു എൻഡ് ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കാം, മറ്റേ എൻഡ് നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ടുണ്ട്. ഈ എൻഡിൽ നമ്മൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ ആ ഡിസ്റ്റർബൻസ് ഈ സ്പ്രിങ്ങിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത് മറ്റേ എൻഡ് വരെ എത്തുന്നു. വീണ്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെയെല്ലാം ഈ എൻഡിലാണ് നമ്മൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയത്. ഇവിടെയുള്ള സ്പ്രിങ്ങിൻ്റെ പാർട്ടിക്കിൾസിനൊന്നും സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. ഓരോ പോയിൻറ്റിലും ഉള്ള സ്പ്രിങ്ങിൻ്റെ പോർഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മളുണ്ടാക്കിയ ഡിസ്റ്റർബൻസ് ഈ സ്പ്രിങ്ങിൽ നിന്ന്, അതിലെ ഒരു പോർഷനിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് സ്ട്രിങ്സിലും അതുപോലെ വെള്ളത്തിലും ഒക്കെ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ വേവ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ പോയിൻറ്റ്, ബട്ട് ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. അപ്പോൾ ഇതാണ് വേവിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ. ഇനി വേവ്സിനെ പൊതുവേ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് മെക്കാനിക്കൽ വേവ്സ് എന്നാണ് പറയുക. എന്താണ് മെക്കാനിക്കൽ വേവ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, സ്പ്രിങ്ങിനകത്ത് വേവ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഇവിടെ ഒരു മീഡിയത്തിൽ കൂടിയാണ്. ഈ സ്പ്രിങ്ങിലെ മാറ്റർ പാർട്ടിക്കിൾസിൽ കൂടിയാണ് വേവിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വേവിന് ട്രാവൽ ചെയ്യാനായിട്ട് ഈ ഒരു മീഡിയം വേണം ഇവിടെ, അതൊരു മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേവ്സിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ വേണ്ടി മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള, അല്ലെങ്കിൽ മീഡിയം ഇല്ലാതെ വേവ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുക. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് വേവ്സ് വിച്ച് റിക്വയർ എ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. ഇതിന് എക്സാമ്പിൾസാണ് ഇപ്പോൾ നമ്മൾ കണ്ട സ്ട്രിങ്സിലും സ്പ്രിങ്സിലും ഒക്കെ ഉണ്ടാകുന്ന വേവ്സ്. അതുപോലെ സൗണ്ട് വേവ്സ്, വാട്ടറിലുണ്ടാകുന്ന വേവ്സൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിളാണ്. മെക്കാനിക്കൽ വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. പക്ഷെ ഇങ്ങനെ അല്ലാത്ത വേവ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ലൈറ്റ് ഒരു വേവാണ് എന്ന് അല്ലേ? ഈ ലൈറ്റ് സൂര്യനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നൊക്കെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എർത്തിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ മുകളിലേക്ക് പോകുന്തോറും എൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. കുറേ ഉയരത്തിലെത്തിയാൽ അറ്റ്മോസ്ഫിയറിന് മുകളിലേക്ക് വരുന്തോറും എൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് അതൊരു ഫ്രീ സ്പേസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ വാക്വം ആണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാറുകളിൽ നിന്നും അതുപോലെ സണ്ണിൽ നിന്നും ഒക്കെ വരുന്ന ലൈറ്റ് വേവ്സ്
വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നുണ്ടല്ലേ. വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുക. അതായത് അവയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള വേവ്സാണ് നോൺ മെക്കാനിക്കൽ വേവ്സ്. എന്താ നോൺ മെക്കാനിക്കൽ വേവ്സ്? ദ വേവ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. ഈ നോൺ മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. അതുപോലെ തന്നെ മറ്റ് വേവ്സ്, റേഡിയോ വേവ്സ്, എക്സ്റേസ്, അൾട്രാവയലറ്റ് ലൈറ്റ്, ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്സ്, ഇങ്ങനെ ധാരാളം വേവ്സ് ഉണ്ട്. ഇവയ്ക്ക് ചില കോമൺ ആയിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വേവ്സിന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നൊക്കെ പറയും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അടുത്ത വർഷം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുമാണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ എല്ലാം നമുക്ക് എന്ത് വേവ് എന്ന് പറയാം? നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വേവ് എന്താണെന്ന് കണ്ടു. 2 തരത്തിലുള്ള വേവ്സ് ഉണ്ട്, മെക്കാനിക്കൽ വേവ്സ് ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സിന് ട്രാവൽ ചെയ്യാനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടാനായിട്ട് മീഡിയം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള വേവ്സാണ് മെക്കാനിക്കൽ വേവ്സ്. പ്രൊപ്പഗേഷന് വേണ്ടി മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിനെയാണ് എന്ത് വിളിക്കാൻ? നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കാൻ. എക്സാമ്പിൾസും അറിഞ്ഞിരിക്കും. ഇനി നമ്മൾ വേവ്സിൻ്റെ ആ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട്, ഇപ്പോൾ ഇവിടെ സ്പ്രിങ്ങിൽ നമ്മൾ വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്. വേവ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഈ വേവ് ഈ സ്പ്രിങ്ങിനകത്തുകൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ്ങിനകത്തുള്ള പാർട്ടിക്കിൾസിന് എന്തുണ്ടാകുന്നുണ്ട്? ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വൈബ്രേഷൻ 2 തരത്തിലുണ്ട്. അപ്പോൾ ആ വൈബ്രേഷൻ്റെ പ്രത്യേകത നോക്കിയിട്ട് നമുക്ക് വേവ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ കാണാൻ പോവുക. അതിൽ ഒരു ടൈപ്പാണ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്, മറ്റൊന്ന് ട്രാൻസ്വേഴ്സ് വേവ്സ്. അപ്പോൾ ആദ്യം എന്താണ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സ്പ്രിങ്ങിലുണ്ടാകുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സാണ്. ഈ സ്പ്രിങ്ങിൽ നമ്മളിവിടെ ഒരെൻഡ് ഞാൻ പറഞ്ഞു സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്, മറ്റേ എൻഡ് നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ടുണ്ട്. അവിടെ നമ്മളൊരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വേവ് എന്ത് ചെയ്യും? ഈ സ്പ്രിങ്ങിനകത്തൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ വേവ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിൻ്റെ ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ആക്സിസാണ് അല്ലേ. ഇതിനകത്ത് ഈ സ്പ്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഓരോ സ്പ്രിങ്ങിൻ്റെ പോർഷനും ടു ആൻഡ് ഫ്രോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അതായത് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് അല്ലെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലലായിട്ട് ആണ് ഇതിനകത്തുള്ള മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന് വൈബ്രേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള വൈബ്രേഷൻസ് ഉള്ള വേവ്സിനെയാണ് എന്ത് വിളിക്കുക? ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കുക. ഇപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിനകത്ത് വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലലാണ്. അതായത് വേവ് ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പാരലലായിട്ടാണ് സ്പ്രിങ്ങിലെ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നത്. ടു ആൻഡ് ഫ്രോ ആയിട്ട് മുന്നോട്ടും പുറകോട്ടും മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ഉള്ള ഒരു വൈബ്രേഷനാണ് ഈ സ്പ്രിങ്ങിൽ ഉണ്ടാകുക. അതിന് എക്സാമ്പിളാണ് സ്പ്രിങ് ഒരെൻഡ് ഫിക്സ് ചെയ്ത സ്പ്രിങ്ങിലുണ്ടാകുന്ന ഓസിലേഷൻസ്, അതുപോലെ സൗണ്ട് വേവ്സും ഒക്കെ. ഇപ്പോൾ സൗണ്ട് വേവ് മീഡിയത്തിൽ കൂടി പോകുമ്പോഴും ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൽ എയർ കൂടിയാണ് പോകുന്നതെങ്കിൽ എയറിലെ പാർട്ടിക്കിൾസിൽ ഈ സൗണ്ട് വേവ് എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പാരലലായിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള വൈബ്രേഷൻസ് ഉണ്ടാക്കുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ സ്പ്രിങ്ങിനകത്തുണ്ടാകുന്ന വൈബ്രേഷൻസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ ചില പോർഷൻസിൽ സ്പ്രിങ്ങിലെ ഓരോ ലെയറുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞവ അടുത്തടുത്ത് വരുന്നു. അവിടെ സ്പ്രിങ് കംപ്രസ് ചെയ്യപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതിനോട് അടുത്ത് മറ്റു ഭാഗങ്ങളിൽ ഇതിലെ ഓരോ ലെയറും തമ്മിലുള്ള സെപ്പറേഷൻ വളരെ കൂടുതലായിട്ട് കാണുന്നു. അവിടെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പുറത്ത് വീണ്ടും കംപ്രഷനാണ് സംഭവിക്കുക.
അപ്പോൾ ഈ വേവ് ഈ സ്പ്രിങ്ങിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ സ്പ്രിങ്ങിൽ ചില പോർഷൻസിൽ എക്സ്പാൻഷനും തൊട്ടടുത്ത് കുറച്ച് സ്ഥലത്തേക്ക് കംപ്രഷനും പിന്നീട് കുറച്ച് സ്ഥലത്ത് എക്സ്പാൻഷൻ കംപ്രഷൻ അങ്ങനെ കംപ്രഷൻസും എക്സ്പാൻഷൻസുമായിട്ട് ആണ് ഈ വേവ് ഇതിനകത്ത് കൂടി ട്രാവൽ ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ കംപ്രഷൻസ് ഉണ്ടാക്കുന്ന ഭാഗത്ത് കണ്ടൻസേഷൻ ഉണ്ടാകുന്നു എന്നും എക്സ്പാൻഷൻ നടക്കുന്ന ഭാഗത്ത് റെയർ ഫ്രാക്ഷൻ ഉണ്ടാകുന്നു എന്നും പറയുന്നു. കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രഷർ കൂടുന്ന ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ കംപ്രസ് ചെയ്യപ്പെടുന്ന ഒരു ഫീലിംഗ്, അങ്ങനെയുള്ളതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുക. എക്സ്പാൻഷൻ നടക്കുമ്പോൾ പ്രഷറിലൊരു കുറവ് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നു, അവിടെയാണ് റെയർ ഫ്രാക്ഷൻസ് ഉണ്ടാകുന്നതായിട്ട് പറയും. അപ്പോൾ സൗണ്ട് വേവ് ഒരു എയർ മീഡിയത്തിൽ കൂടിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും ഇതുപോലുള്ള കംപ്രഷൻസും അതുപോലെ എക്സ്പാൻഷൻസും അത് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടൻസേഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആയിട്ടാണ് വേവ് ആ മീഡിയത്തിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. എങ്ങനെയുള്ള വേവ് ആണെങ്കിൽ ലോങ്നിറ്റ്യൂഡിനൽ വേവാണ് ഉള്ളതെങ്കിൽ. ഇപ്പോൾ ലോങ്നിറ്റ്യൂഡിനൽ വേവ് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് കണ്ടൻസേഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് എന്ന് നമ്മൾ പറയും. കണ്ടൻസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്രഷനെയാണ്. റെയർ ഫ്രാക്ഷൻ എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു എക്സ്പാൻഷൻ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്, പ്രഷർ കുറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്താണ് ലോങ്നിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലോങ്നിറ്റ്യൂഡിനൽ വേവിൽ ആ വേവ് മീഡിയത്തിൽ കൂടി പോകുമ്പോൾ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. ഈ വൈബ്രേഷൻസ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പാരലലാണെങ്കിൽ അങ്ങനെയുള്ള വൈബ്രേഷൻസ് ഉണ്ടാക്കുന്ന വേവ്സിനെയാണ് നമ്മൾ ലോങ്നിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുക. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലോങ്നിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ഒരു ഐഡിയ ക്ലിയർ ആകുന്ന ഒരു പിക്ചറാണ് തന്നിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ കണ്ടൻസേഷനാണ് ഉണ്ടാകുക. ഈ ഭാഗത്ത് റെയർ ഫ്രാക്ഷൻ, വീണ്ടും കണ്ടൻസേഷൻ, റെയർ ഫ്രാക്ഷൻ, കണ്ടൻസേഷൻ, ഇങ്ങനെയാണ് വേവ് ഈ സ്പ്രിങ്ങിനകത്തുകൂടി ട്രാവൽ ചെയ്യുക. അല്ലെങ്കിൽ ലോങ്നിറ്റ്യൂഡിനൽ വേവ് ഒരു മീഡിയത്തിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. സൗണ്ട് വേവ് എയറിൽ കൂടി പോകുമ്പോൾ എയറിൽ അത് ഈ രീതിയിലുള്ള കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസുമാണ് ഉണ്ടാക്കുന്നത്. ഒരു വേവ് എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ തൊട്ടടുത്ത കണ്ടൻസേഷൻ വരെയുള്ള ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ ഒരു ഫുൾ കണ്ടൻസേഷനും ഒരു ഫുൾ റെയർ ഫ്രാക്ഷനും കൂടി ചേരുന്നതാണ് ഒരു വേവ് എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുക. ഇപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ തൊട്ടടുത്ത കണ്ടൻസേഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ഒരു റെയർ ഫ്രാക്ഷൻ്റെ സെൻറ്റർ തൊട്ടടുത്ത റെയർ ഫ്രാക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വേവ്സ് ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് വേവ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, റൈറ്റ് സൈഡിലേക്ക്. ഈ വേവ് ഈ മീഡിയത്തിൽ കൂടി പോകുമ്പോൾ അത് മീഡിയത്തിലെ പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻ ഉണ്ടാകും. പക്ഷെ അത് ആ വേവ് പോകുന്ന ഡയറക്ഷന് പാരലലായിട്ടായിരിക്കില്ല, പകരം വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാകാം, അല്ലെങ്കിൽ പ്ലെയിനുള്ളിലേക്കും പുറത്തേക്കും എന്നുള്ള രീതിയിലാകാം. അപ്പോൾ വേവ് പോകുന്നത് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടാകുന്നത് വൈ ഡയറക്ഷനിലോ ഇസഡ് ഡയറക്ഷനിലോ ഒക്കെ ആകാം. അല്ലെങ്കിൽ എക്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലറായ ഏതൊരു ഡയറക്ഷനിലും പാർട്ടിക്കിൾസിന് എന്തുണ്ടാകാം, വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായ ഡയറക്ഷനിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്ന, മീഡിയത്തിലെ പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്ന വേവ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുക. ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു പാർട്ടിക്കിൾ മാത്രം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ പാർട്ടിക്കിൾ വേവിൽ നിന്ന് എനർജി സ്വീകരിച്ചു കഴിയുമ്പോൾ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാക്സിമം ആയിട്ട് അപ്വേ ഡയറക്ഷനിൽ അത് എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു, അങ്ങനെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു പോർഷനെയാണ്, അല്ലെ ആ പോയിൻറ്റിനെയാണ് മാക്സിമം കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുക. അതുപോലെ താഴേക്ക് ഡൗൺവേ ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ട്രഫ് എന്ന് പറയുക. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഒരു മീഡിയത്തിൽ കൂടി പോകുമ്പോൾ മീഡിയത്തിലെ പാർട്ടിക്കിൾസ്
വേവിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ വേവ് ട്രാവൽ ചെയ്യുന്നത് ക്രസ്റ്റ് ആൻഡ് ട്രഫിൻ്റെ രൂപത്തിലാണ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ക്രസ്റ്റ് മീൻസ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് ട്രഫ് മീൻസ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതുപോലെ ഒരു ക്രസ്റ്റും തൊട്ടടുത്ത ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് അവിടെ വേവ് ലെങ്ത് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ട്രഫും തൊട്ടടുത്ത ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസും വേവ് ലെങ്ത്തിന് തുല്യമായിരിക്കും. ഒരു ക്രസ്റ്റ് തുടങ്ങിയാൽ തൊട്ടടുത്ത ക്രസ്റ്റ് വരെ ഇത്രയും പോർഷനെയാണ് നമ്മൾ ഒരു വേവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫുൾ ക്രസ്റ്റും ഒരു ഫുൾ ട്രഫും ചേരുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഫുൾ വൈബ്രേഷൻ ആണ് നമ്മളൊരു വേവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ലോങ്നിറ്റ്യൂഡിനൽ വേവിലാണെങ്കിൽ ഒരു ഫുൾ കണ്ടൻസേഷനും ഒരു ഫുൾ റെയർ ഫ്രാക്ഷനും കൂടി തീരുന്നു അപ്പോഴാണ് പാർട്ടിക്കിൾസിൻ്റെ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് പറയുക. അതുപോലെ ഇവിടെ ഒരു ഫുൾ ക്രസ്റ്റും ഒരു ഫുൾ ട്രഫും കൂടി ചേരുന്ന, അല്ലെങ്കിൽ ക്രസ്റ്റ് തുടങ്ങിയാൽ വൈബ്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം, അതായത് ട്രഫിലെത്തി വീണ്ടും കുറഞ്ഞു വന്ന് 0 ആയി വീണ്ടും അത് കൂടി ക്രസ്റ്റ് വരെ എത്തുന്നു. അതാണ് ഒരു ഫുൾ വൈബ്രേഷൻ. ആ ഒരു ഫുൾ വൈബ്രേഷൻ എടുക്കുന്ന സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസാണ് വേവ് ലെങ്ത് എന്നൊക്കെ പറയുക. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം, അങ്ങനെയുള്ള ഡെഫിനേഷൻസിലേക്ക്. ഇപ്പോൾ നിങ്ങൾ അത്രയും ചിന്തിക്കേണ്ട. ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ട്രാൻസ്വേഴ്സ് വേവ് ഒരു മീഡിയത്തിൽ കൂടി പോകുമ്പോൾ അത് മീഡിയത്തിൽ പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. അതുപോലെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും നമ്മൾ പറഞ്ഞു, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, അൾട്രാവയലറ്റ് റേസ്, ഇങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും എന്തിന് എക്സാമ്പിളാണ്? ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. അതുപോലെ ഒരു സ്ട്രിങ് 2 എൻഡും സ്ട്രെച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സ്ട്രിങ്ങിലുണ്ടാകുന്ന വൈബ്രേഷൻസ് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. അതായത് വയലിൻ്റെയും ഗിത്താറിൻ്റെയും ഒക്കെ സ്ട്രിങ്സിലുണ്ടാക്കുന്നത് ഇതുപോലുള്ള ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ഒരു എൻഡ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിലുണ്ടാകുന്നത് ലോങ്നിറ്റ്യൂഡിനൽ വേവാണ്. പക്ഷെ 2 എൻഡും സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ട്രിങ്ങിലുണ്ടാകുന്നത് ട്രാൻസ്വേഴ്സ് വേവാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവും ലോങ്നിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക് വരാം. നമ്മൾ കണ്ടു, ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മീഡിയത്തിലെ പാർട്ടിക്കിൾസിനുണ്ടാകുന്ന വൈബ്രേഷൻ വേവിൻ്റെ ഡയറക്ഷന്, പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷെ ലോങ്നിറ്റ്യൂഡിനൽ വേവ്സിൽ വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആർ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതുപോലെ ക്രസ്റ്റും ട്രഫുമായിട്ടാണ് ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ ലോങ്നിറ്റ്യൂഡിനൽ വേവിൽ കണ്ടൻസേഷൻസിൻ്റെയും റെയർ ഫ്രാക്ഷൻസിൻ്റെയും രൂപത്തിലാണ് വേവ് ട്രാവൽ ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് വേവിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ഫുൾ ചേരുന്നതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്നുകൊണ്ട് മീൻ ചെയ്യുക. അതേസമയം ലോങ്നിറ്റ്യൂഡിനൽ വേവിൽ ഒരു ഫുൾ കണ്ടൻസേഷനും ഫുൾ റെയർ ഫ്രാക്ഷനോട് ചേരുമ്പോഴാണ് ഒരു ലോങ്നിറ്റ്യൂഡിനൽ വേവ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ലോങ്നിറ്റ്യൂഡിനൽ വേവ്സിനെ പോളറൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പോളറൈസേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വർഷം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ ചില പ്രത്യേക തരത്തിലുള്ള സൺ ഗ്ലാസ്സസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഗ്ലാസ്സുകളിൽ തട്ടിയിട്ട് വരുമ്പോഴതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് കാരണം ആ ഗ്ലാസ്സിൽ കൂടി ലൈറ്റ് വേവ് കടന്നു വരുമ്പോൾ ആ ലൈറ്റ് വേവ് ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെ ആ ഗ്ലാസ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചില വൈബ്രേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത് വഴി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഫിനോമിനയാണ് പോളറൈസേഷൻ എന്ന് പറയുക. ലൈറ്റ് പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ട്രാൻസ്വേഴ്സ് വേവിനെയും നമുക്ക് പോളറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനൊക്കെ സാധിക്കും. പക്ഷേ ലോങ്നിറ്റ്യൂഡിനൽ വേവ്സിനെ നമുക്ക് പോളറൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സൗണ്ട് വേവ് ലോങ്നിറ്റ്യൂഡിനൽ വേവാണ്. അപ്പോൾ സൗണ്ട് വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ലൈറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും പോളറൈസേഷന് വഴി നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് അവ തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. പോളറൈസേഷൻ എന്താണെന്ന് നമുക്ക് അടുത്ത വർഷം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞിരിക്കാം.
ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവും ലോങ്ങിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേവ് മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒന്ന് പരിചയപ്പെടാം. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുക? ഒരു വേവ് ഒരു മീഡിയത്തിൽ കൂടി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു മീഡിയത്തിലെ പാർട്ടിക്കിൾസിന് വൈബ്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിള് വേവിൽ നിന്ന് എനർജി സ്വീകരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പായിട്ട് അപ്പ് ഡയറക്ഷനിൽ ഇങ്ങനെ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു മാക്സിമം വൈബ്രേഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിലെത്തി വേവിൻ്റെ എനർജിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇതിന് മാക്സിമം പോകാവുന്ന ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അതുവരെ എത്തിക്കഴിയുമ്പോൾ തിരിച്ച് താഴേക്ക് പോരും, സീറോ ആകും. അത് ഇരുന്നിരുന്ന പൊസിഷനിൽ തന്നെ തിരിച്ചെത്തും. വീണ്ടും ഇത് താഴേക്ക് ഡൗൺവേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഡൗൺവേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആകുമ്പോൾ വീണ്ടും തിരിച്ച് അപ്വേ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്വേ ഡയറക്ഷനിൽ മാക്സിമം ആകുമ്പോൾ വീണ്ടും താഴേക്ക്, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അത് അടുത്ത പാർട്ടിക്കിളിലേക്ക് എനർജി കൈമാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മീഡിയത്തിലുള്ള ഓരോ പാർട്ടിക്കിളും വേവിൽ നിന്ന് എനർജി സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. ഇപ്പം റെസ്റ്റിലിരുന്ന ഒരു പാർട്ടിക്കിള് എനർജി കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് അതിൻ്റെ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അത് കുറേ സമയത്തേക്ക് അങ്ങനെ വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ എനർജി കിട്ടി ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ആ പാർട്ടിക്കിൾ ഇരിക്കുന്ന പൊസിഷനിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്താണ്? അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന്, ആ പർട്ടിക്കുലർ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓരോ ഇൻസ്റ്റൻറ്റിലും എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. സീറോ ആയിരുന്നു, കൂടിക്കൂടി മാക്സിമം ആകും. പിന്നെ അത് കുറഞ്ഞ് സീറോ ആകും. പിന്നീട് നെഗറ്റീവ് ഡയറക്ഷനിലെ ഡൗൺവേ ഡയറക്ഷനിൽ കൂടിക്കൂടി മാക്സിമം ആകും, കുറഞ്ഞ് സീറോ ആകും. വീണ്ടും പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്വേ ഡയറക്ഷനിൽ അത് കൂടിക്കൂടി മാക്സിമം ആകും, പിന്നെ കുറഞ്ഞ് സീറോ. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓരോ ഇൻസ്റ്റൻറ്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടു ഈ പാർട്ടിക്കിൾ എനർജി സ്വീകരിച്ച് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലെത്തുന്നു, അപ്വേ ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിലെത്തുന്നു ഈ പോയിന്റിലെത്തുമ്പോൾ. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ നിന്ന് ഇതിൻ്റെ ഈ അപ്വേ ഡയറക്ഷനിൽ മാക്സിമം എത്തിയ ആ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. അതുപോലെ ഡൗൺവേ ഡയറക്ഷനിലും അതിന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്ന പൊസിഷൻ, അവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതും ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ വെൻ ദ റിസീവ് എനർജി ഫ്രം എ വേവ്. അപ്പോൾ ഒരു വേവിൽ നിന്ന് എനർജി സ്വീകരിച്ച് പാർട്ടിക്കിൾസ് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എത്രമാത്രം ദൂരം മാക്സിമം എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു, ആ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അപ്വേ ഡയറക്ഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയും അതുപോലെ തന്നെ ഡൗൺവേ ഡയറക്ഷനിലുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയും നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തത് പീരീഡ് ഓഫ് വേവ് മോഷനാണ്. എന്താണ് പീരീഡ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുക? പീരീഡ് നമുക്കിതുപോലെ തന്നെ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് പറയാം. ഇവിടെ ഇരുന്ന പാർട്ടിക്കിളിന് ഒരു പർട്ടിക്കുലർ സമയത്ത് എനർജി കിട്ടി, അത് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്വേ ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിലെത്തി, തിരിച്ച് താഴേക്ക് വന്നു, സീറോ ആയി ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നീട് അത് താഴേക്ക് പോയി മാക്സിമം എത്തി, വീണ്ടും തിരിച്ച് സീറോ ആയി. ഇപ്പോഴാണ് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേളിലെത്തി, തിരിച്ചിവിടെ എത്തി, താഴെ പോയി മാക്സിമം എത്തി, തിരിച്ചിവിടെ എത്തി. അതായത് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ ആ ഒരു ഫുൾ വൈബ്രേഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമെടുക്കും? ഈ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുക. Period is the time taken by the particles of the medium to execute one complete to and fro motion. മനസ്സിലായോ? ഒരു ഫുൾ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് വിളിക്കുക? പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു
100 വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 200 സെക്കൻഡ് സമയം വേണമെന്ന് വിചാരിക്കുക പാർട്ടിക്കിൾസിന്. അപ്പോൾ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? 200/100, 2 സെക്കൻഡ്സ്. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ഫുൾ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു പ്രാവശ്യം. ആ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കണ്ടതെങ്ങനെ 200 വൈബ്രേഷൻ 100 വൈബ്രേഷന് 200 സെക്കൻഡ്. ആ 200 എന്നുള്ളതിനെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു വൈബ്രേഷന് സമയം കിട്ടിയതാണ് പീരീഡ്. ഇപ്പോൾ ടോട്ടൽ ടൈം ഫോർ n വൈബ്രേഷൻ, അത് സ്മോൾ ടിയും n വൈബ്രേഷൻസിനുള്ള സമയമാണ് സ്മോൾ ടി എങ്കിൽ ഒരു വൈബ്രേഷൻ എടുക്കുന്ന സമയം സ്മോൾ t/n. ഇതാണ് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ പീരീഡ് ഓഫ് വേവ് മോഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് വേവ് മോഷൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലുണ്ടാകുന്ന വൈബ്രേഷൻസിൻ്റെ എണ്ണമാണ്. ഒരു വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്റ്റാർട്ട് ചെയ്തു, മാക്സിമം എത്തി, തിരിച്ചിവിടെ വന്നു, തിരിച്ച് താഴെ പോയി, മാക്സിമം എത്തി, തിരിച്ചിവിടെ വന്നു. അങ്ങനെയുള്ള ഒരു ഫുൾ വൈബ്രേഷൻ. ഇതുപോലെ ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ടാവും? ഒരു സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും വേവിൽ നിന്ന് എനർജി സ്വീകരിച്ചതിന് ശേഷം? ഈ എണ്ണത്തെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് എക്സിക്യൂട്ടഡ് ബൈ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഇൻ 1 സെക്കൻഡ്. മനസ്സിലായോ? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് വേറൊരു എക്സാമ്പിൾ പറയുന്നു. അതായത് ഒരു 100 വൈബ്രേഷൻസ് n എന്നുള്ളതിന് പകരം 100 വൈബ്രേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു 25 സെക്കൻഡ് സമയം എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ 25 സെക്കൻഡ് കൊണ്ട് എത്ര വൈബ്രേഷന്? 100 വൈബ്രേഷൻസ്. അപ്പോൾ ഒരു സെക്കൻഡിൽ അത് എത്ര വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കിക്കേ. 25 സെക്കൻഡ് കൊണ്ട് 100. അപ്പോൾ ഒരു സെക്കൻഡിൽ 100/25 അല്ലേ? n/t. അതാണ് ഒരു സെക്കൻഡിൽ കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻസിൻ്റെ എണ്ണം. 100/25 എത്രയാണ്? 4. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് 4 വൈബ്രേഷൻസ് വീതം കംപ്ലീറ്റ് ചെയ്താൽ 25 സെക്കൻഡ് കൊണ്ട് 100 വൈബ്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻസിൻ്റെ എണ്ണം, അതായത് 4 നമുക്കിവിടെ കിട്ടി. അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് വേവ് മോഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ n/t എന്ന് എഴുതി. പീരീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? t/n. ഇവ തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടല്ലേ? അപ്പോൾ ഫ്രീക്വൻസിയും പീരീഡും തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എഴുതാൻ സാധിക്കും. ഫ്രീക്വൻസി ന്യൂ = 1/T. ഈ ഡെഫിനിഷൻസ് എല്ലാം നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കണം. ഡെഫിനിഷനും പഠിക്കണം. അതുപോലെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യണം. അതുപോലെ അടുത്തൊരു ടേമോടെ വേവ് ലെങ്ത്ത്. വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞത് പലതരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ക്രസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു, അപ്വേ ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയ്ക്കാണ് ക്രസ്റ്റ് എന്ന് പറയുക. ഡൗൺവേ ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ട്രഫ്. വീണ്ടും അപ്വേ ഡയറക്ഷനിൽ മാക്സിമം എത്തുമ്പോൾ അടുത്ത ക്രസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഇവിടെ ക്രസ്റ്റ് എന്നൊരവസ്ഥയിലെത്തി അടുത്ത പാർട്ടിക്കിളിലേക്ക് എനർജി കൈമാറി അങ്ങനെ പോവുകയാണ്. അപ്പോൾ അടുത്ത പാർട്ടിക്കിൾ വേവ് മോഷൻ സ്റ്റാർട്ട് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ള വേവ് ക്രസ്റ്റിലെത്തുമ്പോൾ ഇവിടെയുള്ളൊരു പാർട്ടിക്കിൾ ട്രഫ് എന്നുള്ള അവസ്ഥയിലെത്തും. ഇവിടെയുള്ളത് അടുത്ത ക്രസ്റ്റ് എന്ന അവസ്ഥയിലെത്തും. അപ്പോൾ ഒരു വേവ് ഇതിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾ ക്രസ്റ്റിൽ എത്തി. ആ സമയത്ത് തന്നെ ക്രസ്റ്റിലെടുത്തുന്ന അടുത്ത ഒരു പാർട്ടിക്കിൾ, ഈ 2 സക്സസീവായിട്ടുള്ള 2 തൊട്ടടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു ട്രഫും അടുത്ത ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ലേ, ഒരു പാർട്ടിക്കിൾ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം, അതാ പീരീഡ് എന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും വേവ് ലെങ്ത് തന്നെയാണ്.
അപ്പോൾ ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു, വൈബ്രേഷൻ കിട്ടി. ഈ പാർട്ടിക്കിൾ ഒരു ഫുൾ വൈബ്രേഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ക്രസ്റ്റിലെത്തി തിരിച്ച് സീറോയിലെത്തി, താഴെ ട്രഫിലെത്തി തിരിച്ച് സീറോയിലെത്തുന്നു. ആ ഒരു ഫുൾ വൈബ്രേഷൻ എടുക്കുന്ന ഒരു സമയം കൊണ്ട് വേവ് മുന്നോട്ട് കുറച്ച് ദൂരം പോകും. ആ ദൂരവും എന്തിനു തുല്യമാണ്? വേവ് ലെങ്ത്തിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് വേവ് ലെങ്ത് ഡിഫൈൻ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കാം. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം. മീഡിയത്തിലെ പാർട്ടിക്കിൾ ഒരു ഫുൾ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെടുക്കുന്ന സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുക. ഈ രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് നമുക്കിപ്പോൾ എളുപ്പം, അതുകൊണ്ട് അങ്ങനെ പഠിക്കാം. നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതും ശരി തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ രീതിയിലൊരു ഡെഫിനിഷൻ പഠിക്കാം. അടുത്ത വെലോസിറ്റി. വെലോസിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ വേവിൻ്റെ കേസിലും അത് തന്നെയാണ്. വെലോസിറ്റി ഓഫ് വേവ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു ദൂരം, അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ ഇത്രയും ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേവ് മോഷനെ സംബന്ധിച്ച്. അത് നിങ്ങൾ ഓരോന്നിൻ്റെയും ഡെഫിനിഷനും പഠിക്കണം, എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി ഈ ടേംസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അതായത് റിലേഷൻ കണക്റ്റിംഗ് വെലോസിറ്റി, ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്, ആൻഡ് വേവ് ലെങ്ത് ലാംഡ. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇവയുടെ ഡെഫിനിഷൻസ് പഠിച്ചു. ആ ഡെഫിനിഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇവ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ ഡെഫിനേഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേവ് ലെങ്ത് എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്? വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിങ് വൺ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം. മീഡിയത്തിലെ പാർട്ടിക്കിൾ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസാണ് വേവ് ലെങ്ത്. അത് നമുക്ക് ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഈ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നതിന് നമ്മൾ മറ്റൊന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് പീരീഡ്, ക്യാപിറ്റൽ ടി. അപ്പോൾ ഇവിടെ ടൈം ടേക്കൺ ഫോർ 1 വൈബ്രേഷൻ എത്രയാണ്? ക്യാപിറ്റൽ ടി ആണ്. ഈ സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസാണ് ലാംഡ, വേവ് ലെങ്ത്. അപ്പോൾ ടി സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ വേവിൻ്റെ വെലോസിറ്റി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റിയുടെ ഡെഫിനേഷൻ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അല്ലെങ്കിൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ക്യാപിറ്റൽ ടി സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ലാംഡ. അപ്പോൾ വെലോസിറ്റി കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിന് പകരം ലാംഡ എന്നും ഒരു വൈബ്രേഷന് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന് ക്യാപിറ്റൽ ടി പീരീഡ് എന്നും കൊടുത്താൽ വിൽ ഗെറ്റ് ലാംഡ ബൈ ടി. അപ്പോൾ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ക്യാപിറ്റൽ ടി എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ലാംഡ ഇൻറ്റു 1/t എന്ന് എഴുതാം. ഈ 1/tക്ക് പകരം നമുക്ക് ന്യൂ എന്ന് എഴുതാം. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു ന്യൂവും ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ന്യൂ ഈസ് ഈക്വൽ ടു 1/t. അതാണ് ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടുത്തെ 1/tക്ക് പകരം ന്യൂ എന്ന് എഴുതിയാൽ you will get the equation v is equal to nu lambda. This is the relationship connecting velocity, frequency and wavelength of a wave. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പഠിച്ചതെന്നേ ഉള്ളൂ. എഫ് ഫ്രീക്വൻസിയാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യാൻ ന്യൂ എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതുപോലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. എ ബാറ്റ് എമിറ്റ് അൾട്രാസോണിക് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 1000 Hz ഇൻ എയർ. ഇഫ് ദ സൗണ്ട് മീറ്റ്സ് വാട്ടർ സർഫസ്, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് ആൻഡ് ദ ട്രാൻസ്മിറ്റഡ് സൗണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ബാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വവ്വാലൊക്കെ ഇല്ലേ, അതാണ് ബാറ്റ് എമിറ്റ് അൾട്രാസോണിക് സൗണ്ട്. ബാറ്റ് എമിറ്റ് ചെയ്യുന്ന സൗണ്ട് അൾട്രാസോണിക് സൗണ്ടാണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
അതിൻ്റെ ഫ്രീക്വൻസി 1000 ഹേർട്സ് ആണ്. ഈ സൗണ്ട് വാട്ടർ സർഫസിൽ മീറ്റ് ചെയ്തിട്ട് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അവിടെ തട്ടി തിരിച്ച് മുകളിലോട്ട് എയറിലേക്ക് തന്നെ വരുന്നു, കുറച്ച് വാട്ടറിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്ത് താഴേക്ക് പോകുന്നു. ഈ റിഫ്ലക്റ്റഡ് സൗണ്ടിൻ്റെയും ട്രാൻസ്മിറ്റഡ് സൗണ്ടിൻ്റെയും വേവ് ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ തന്നിട്ടുണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ് എന്നും, അതുപോലെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ 1486 മീറ്റർ പെർ സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്റ്റഡ് സൗണ്ട് എന്ന് പറയുന്നത് തിരിച്ച് എയറിൽ കൂടി തന്നെ വരുന്നു. ആ വേവിൻ്റെ വെലോസിറ്റി എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡാണ് തന്നിട്ടുണ്ട്. അതുപോലെ അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 1000 ഹേർട്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയും വെലോസിറ്റിയും നമുക്കറിയാം. ഇതിൽ നിന്ന് വേവ് ലെങ്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ടാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു റിഫ്ലക്റ്റഡ് സൗണ്ട് എയറിൽ കൂടിയാണ് വരിക. എയറിലെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 1000 കിലോ ഹേർട്സ് എന്നാണ് കേട്ടോ. കിലോ ഇവിടെ വിട്ടുപോയതാണ്, നിങ്ങൾ എഴുതിയേക്കണം. 1000 കിലോ ഹേർട്സ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ കിലോ എന്നുള്ളതിനെ 10⁻³ എന്ന് എഴുതും. 1000 × 10⁻³ ആണ് 10⁻�6. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വെലോസിറ്റി ഉണ്ട്, വേവ് ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് V = νλ എന്നാണ്. അപ്പോൾ വേവ് ലെങ്ത് കാണാൻ എന്ത് ചെയ്യണം? λ = V/υ, വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി 340 ബൈ ഫ്രീക്വൻസി 10⁻⁶. സോ ഇറ്റ് ഈസ് 340 × 10⁻⁻6, അല്ലെങ്കിൽ 3 സ്ഥാനം പുറകോട്ട് മാറ്റുക. അപ്പോൾ 0.340 × 10⁻³ മീറ്റർ. 10⁻³ മീറ്ററിന് മില്ലിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ 0.34 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് റിഫ്ലക്റ്റ് ചെയ്ത എയറിൽ കൂടി തിരിച്ചു വരുന്ന സൗണ്ടിൻ്റെ വേവ് ലെങ്ത്. ഇനി ഒരു പോർഷൻ സൗണ്ട് വെള്ളത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വെള്ളത്തിൽ കൂടി താഴേക്ക് ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞു. ആ വേവിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അവിടെ നമുക്ക് സൗണ്ടിൽ കൂടിയുള്ള വാട്ടറിൽ കൂടിയുള്ള സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. 1486 മീറ്റർ പെർ സെക്കൻഡാണ്. ഫ്രീക്വൻസിക്ക് വെള്ളത്തിൽ കൂടിയായാലും എയറിൽ കൂടിയായാലും വ്യത്യാസമൊന്നുമില്ല. മീഡിയം മാറിയാലും ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ഫ്രീക്വൻസി സെയിം ആണ്, 10⁻�6 ഹേർട്സ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേവ് ലെങ്ത് കാണണം. വേവ് ലെങ്ത് കാണാൻ V = νλ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. λ = V/υ, വെലോസിറ്റി 1486 ബൈ ഫ്രീക്വൻസി 10⁻�6. അപ്പോൾ 1.486 × 10⁻³ മീറ്റർ, അല്ലെങ്കിൽ 1.486 മില്ലിമീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ വേവ് ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. എയറിലെ വേവ് ലെങ്ത് 0.34 മില്ലിമീറ്റർ ആയിരുന്നു. വാട്ടറിൽ കൂടി ആ സെയിം വേവ് ട്രാവൽ ചെയ്യുമ്പോൾ വേവ് ലെങ്ത് 1.486 മില്ലിമീറ്റർ ആണ്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ വെലോസിറ്റിയും കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എയറിലെ വെലോസിറ്റി 340 ആണ്, വെള്ളത്തിലത് 1486 മീറ്റർ പെർ സെക്കൻഡാണ്. ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്. ഞാൻ ആദ്യമേ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, 2 എൻഡും സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള സ്ട്രിങ്ങുകൾ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാക്കുന്ന മീഡിയത്തിന് എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്ട്രിങ്ങിൻ്റെ ഈ എൻഡ് ഫിക്സഡ് ആണ്. ഈ എൻഡ് നമ്മളൊരു വെയിറ്റ് സസ്പെൻഡ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 എൻഡും ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആണ് നമുക്കിവിടെ തന്നിരിക്കുക. ഇങ്ങനെയുള്ള സ്ട്രിങ്ങിൽ നമ്മളൊരു വൈബ്രേഷൻ ഉണ്ടാക്കിയാൽ അത് ഇതിനകത്തൊരു ട്രാൻസ്വേഴ്സ് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് പഠിക്കാം. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിങ് കാണാനുള്ള ഇക്വേഷനാണിത്. V = √T/m ആണ്. ഇവിടെ ഈ ഓരോ ടേമും എന്താണെന്ന് പഠിക്കണം. V എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വലിവ് ബലമാണ്. ഞാൻ പറഞ്ഞു 2 എൻഡും വലിച്ചു കെട്ടിയിരിക്കുകയാണ്, സ്ട്രെച്ചഡ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ടെൻഷനാണ് ക്യാപിറ്റൽ T. സ്മോൾ m എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ലീനിയർ ഡെൻസിറ്റി എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഈ ക്യാപിറ്റൽ ടി ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇതുപോലുള്ള സാധാരണ നമുക്ക് പ്രോബ്ലം ഒക്കെ വരുന്നത് ഒരെൻഡ് സ്ട്രെച്ചഡ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ളതും മറ്റേ എൻഡിൽ ഈ സ്ട്രിങ്ങിൽ ടെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്ത് വലിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും തരിക. അപ്പോൾ ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇടുന്ന ഓബ്ജക്റ്റിൻ്റെ വെയിറ്റിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ക്യാപിറ്റൽ എം മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു മാസ്സാണ്, ഒരു വെയിറ്റാണ് ഇടുന്നതെങ്കിൽ അതുമൂലം ഈ സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇടുന്ന ക്യാപിറ്റൽ എം മാസ്സുള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റാണ്, അതായത് എം ജി ആണ്. എം ഈസ് മാസ് സസ്പെൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ടി തന്നിട്ടുണ്ടാവും പ്രോബ്ലത്തിൽ, അങ്ങനെ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ കൊടുത്താൽ മതി. പകരം സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാസ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ മാസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റാണ് ക്യാപിറ്റൽ ടി, ടി ഈക്വൽ ടു എം ജി എന്ന് യൂസ് ചെയ്യണം. ഈ എമ്മും ഇവിടെ നമ്മൾ പറഞ്ഞ സ്മോൾ എമ്മും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്മോൾ എം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞാൽ ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിങ് ആണ്. അതായത് നമ്മുടെ ഈ സ്ട്രിങ് ഇല്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സ്ട്രിങ് വലിച്ചു നിർത്തിയിരിക്കുന്ന ആ സ്ട്രിങ്ങിൻ്റെ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ്, അതിനെയാണ് ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുക. മാസ് പെർ യൂണിറ്റ് ലെങ്താണ് ലീനിയർ ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എല്ലും ഈ സ്ട്രിങ്ങിൻ്റെ മാത്രം മാസ്, ഈ മാസ് കൂട്ടരുത്, സ്ട്രിങ്ങിൻ്റെ മാസ് സ്മോൾ എമ്മും ആണെങ്കിൽ ലീനിയർ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ മാസ് ഓഫ് ദ സ്ട്രിങ് ബൈ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ്. ഇപ്പോൾ സ്മോൾ എം എന്നുള്ളത് മാസ്സല്ല, സ്ട്രിങ്ങിൻ്റെ ലീനിയർ ഡെൻസിറ്റി ആണ് എന്ന് ഓർത്തിരിക്കണം. ടെക്സ്റ്റിലൊക്കെ ആ ഒരു സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളും അങ്ങനെ തന്നെ എടുത്തത്. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എം എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റിയാണ്, ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിങ് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ സ്ട്രിങ്ങിൻ്റെ മാസ് ബൈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്. ചിലപ്പോൾ ലീനിയർ ഡെൻസിറ്റി നേരെ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ മാസും സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ലീനിയർ ഡെൻസിറ്റി സ്മോൾ എം കണ്ടുപിടിക്കണം. ഈ എമ്മും ഈ എമ്മും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യരുത്. ഈ എം എന്ന് പറയുന്നത് ഇവിടെ ഇട്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ്സാണ്. ഈ എം ലീനിയർ ഡെൻസിറ്റിയാണ്. ആ ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ മാസ് ബൈ സ്ട്രിങ്ങിൻ്റെ ലെങ്താണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആകുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് പഠിക്കുക. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിങ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ എം, where T is tension in the string and M is linear density of the string. ടെൻഷൻ കാണാനായിട്ട് ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ്, അതിൻ്റെ തുല്യമായ വെയിറ്റ് എം ജി എന്ന് എടുക്കണം. ലീനിയർ ഡെൻസിറ്റി കാണാനായിട്ട് സ്ട്രിങ്ങിൻ്റെ മാസ് ബൈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ സ്റ്റീൽ വയർ ഓഫ് 0.72 meter long has a mass 5 × 10⁻³ kilogram. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഈ സ്റ്റീൽ വയർ, ഇത്രയും നീളമുള്ള വയർ, അതിൻ്റെ മാസ് 5 × 10⁻³ കിലോഗ്രാം, ഇതാണ് നമുക്ക് തന്നിരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് ഇത് ലീനിയർ ഡെൻസിറ്റി. സ്ട്രിങ്ങിൻ്റെ മാസ് ബൈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് ലീനിയർ ഡെൻസിറ്റി കിട്ടും. അത് മനസ്സിലിരിക്കട്ടെ. ഇനി ഇഫ് ദ വയർ ഈസ് അണ്ടർ എ ടെൻഷൻ ഓഫ് 60 Newton, ആ വയർ സ്ട്രെച്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, അതിലുള്ള ടെൻഷൻ നമ്മളോട് നേരെ പറഞ്ഞിട്ടുണ്ട് 60 Newton ആണ് എന്ന്. അപ്പോൾ ടി തന്നിട്ടുണ്ട്. ഇനി സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും സ്ട്രിങ്ങിൻ്റെ മാസും തന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്തെഴുതാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ലീനിയർ ഡെൻസിറ്റി കാണാം. ലീനിയർ ഡെൻസിറ്റി എം ഈക്വൽ ടു മാസ് ഓഫ് ദ സ്ട്രിങ് ബൈ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. മാസ് ബൈ ലെങ്ത് ചെയ്യുക, അപ്പോൾ ലീനിയർ ഡെൻസിറ്റി കിട്ടും. 1 മീറ്റർ ലെങ്ത്തുള്ള ആ സ്റ്റീൽ വയറിൻ്റെ മാസ് ഇത്രയും ആയിരിക്കും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ടെൻഷൻ്റെ വാല്യൂ നേരെ തന്നിട്ടുണ്ട് 60 Newton. അത് പിന്നെ കാൽക്കുലേഷനൊന്നും പോകണ്ട. ഇനി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നേരെ ഉപയോഗിക്കുക. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ സ്മോൾ എം. ടി ടെൻഷൻ 60 Newton ബൈ സ്മോൾ എം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 6.9 × 10⁻³ അപ്പോൾ 60 ബൈ 6.9 × 10⁻³ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ഈ ഡിവിഷൻ്റെ ചിഹ്നം കൊടുത്തു കഴിയുമ്പോൾ കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യണം കേട്ടോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം ഈക്വൽ ടു കൊടുക്കാൻ. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ റൂട്ട് എടുക്കണം. അന്നേരം 93 m/s എന്നാണ് ആൻസർ കിട്ടുക. ചെയ്ത് നോക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റീൽ വയർ ഹാസ് എ ലെങ്ത് ഓഫ് 12 മീറ്റർ ആൻഡ് മാസ് 2.1 കിലോഗ്രാം. അപ്പോൾ ഇവിടെയും നമുക്ക് സ്റ്റീൽ വയറിൻ്റെ ലെങ്ത്തും അതിൻ്റെ മാസും തന്നിട്ടുണ്ട്. 2.1 കിലോഗ്രാം ആണ്. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലീനിയർ ഡെൻസിറ്റി കാണാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ലീനിയർ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഓഫ് ദ സ്ട്രിങ് 2.1 ബൈ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 12. അപ്പോൾ 2.1 ബൈ 12 കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക, കിലോഗ്രാം പെർ മീറ്റർ എന്നുള്ള യൂണിറ്റ് ഇട്ട്. വാട്ട് ഷുഡ് ബി ദ ടെൻഷൻ ഇൻ ദ വയർ, അതായത് സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ ദ വയർ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് സൗണ്ട്. അതായത് ഈ സ്ട്രിങ്ങിൽ കൂടി സൗണ്ടിൻ്റെ സ്പീഡ്, അതായത് 343 എന്ന് തന്നിട്ടുണ്ട്, ഈ ഒരു സ്പീഡിലുള്ള ട്രാൻസ്വേഴ്സ് വേവ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് സ്ട്രിങ്ങിൽ കൂടിയുള്ള വേവിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട് 343 എന്ന്. സ്മോൾ എം നമുക്ക് കണ്ടുപിടിക്കാം, മാസ് ബൈ ലെങ്ത്. സ്ട്രിങ്ങിൻ്റെ മാസ് 2.1 ബൈ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 12 മീറ്റർ. അങ്ങനെ സ്മോൾ എം കണ്ടുപിടിക്കാം. അപ്പോൾ സ്മോൾ എമ്മും വിയും അറിയാം. ടി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്. ഞാൻ ഇവിടെ നിങ്ങളോട് ഹോംവർക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്, വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ എം. ഈ റൂട്ട് ഓഫ് എന്നുണ്ട് കേട്ടോ, ഈ ടിക്കും എമ്മിനും റൂട്ടുണ്ട്, മൊത്തത്തിലുണ്ട്. ഇതിൽ നിന്ന് ടി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് സൈൻ കിടപ്പുള്ളത് കൊണ്ട് നമുക്ക് ആ റൂട്ട് ഒഴിവാക്കാൻ എളുപ്പം ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുകയാണ്. ഇക്വേഷനെ ഒന്ന് സ്ക്വയർ ചെയ്യുക നിങ്ങൾ. അപ്പോൾ വി സ്ക്വയർ എന്നാവും ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ റൂട്ട് അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ സ്മോൾ എം എന്ന് കിട്ടും. ഇനി അതിൽ ടി കാണണം. അപ്പോൾ ഈ വി സ്ക്വയറും സ്മോൾ എമ്മോടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വി സ്ക്വയർ ഇൻറ്റു സ്മോൾ എം ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്ന് കിട്ടും. മനസ്സിലായോ? ടി ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ, വേർ എം ഈസ് ലീനിയർ ഡെൻസിറ്റി. അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് ആദ്യം എത്തിച്ചിട്ട് ചെയ്യുകയായിരിക്കും എളുപ്പം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.